ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രെയിനിങ് ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശയും മുതിരക്കറിയുമാണ്. പിന്നെ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേഗം തന്നെ പോകണം, കാരണം ഇപ്പം മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോകേണ്ട സമയത്ത് ലേറ്റായി പോകും. അതുകൊണ്ട് വേഗം ഒരുങ്ങുകയാണ്. ഇന്നൊരു ഗൗണാണ് ഇടുന്നത്. ഇതുവരെ ജസ്റ്റ് ക്ലാസ് കേൾക്കലാണെങ്കിൽ എനിക്ക് കുറേ പ്രാക്ടിക്കൽ പ്രോഗ്രാംസ് ഉണ്ടാകും, പാട്ട് പഠിക്കാനൊക്കെ ഉണ്ടാകും, പിന്നെ ഓരോ ഡാൻസ് ഫോംസ് പരിചയപ്പെടാനുണ്ടാകും. അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ആയിരിക്കും ഇന്നെന്ന് വിചാരിക്കുന്നു. കുറേ ആക്ടിവിറ്റീസാണ് ഇന്നുണ്ടാവുക. അങ്ങനെ വേഗം തന്നെ അതൊക്കെ ഓർത്തുകൊണ്ട് വേഗം ഇറങ്ങണം എന്നുള്ള രീതിക്ക് ഇന്ന് വേഗം റെഡിയാവുകയാണ്. അതുകൊണ്ടാണ് മോർണിംഗ് റുട്ടീനൊന്നും ഞാൻ കാണിക്കാതിരുന്നത്. വെറുതെ ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെ ഡെയിലി വീഡിയോ എടുത്ത് ചെയ്യുന്നതിൽ രസമില്ലല്ലോ, നിങ്ങൾക്ക് ബോറടിക്കില്ലേ കാണുമ്പോൾ. അങ്ങനെ ഒരുങ്ങാണ് ഗൈസ്. പുതിയൊരു ഫേസ് ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ സൺസ്ക്രീൻ എടുത്തു. മഴയുണ്ട്, എന്നാലും ചിലപ്പോഴാണ് നമ്മളെ നാട്ടിലെ മഴയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ നല്ല പൊരി വെയിലായിരിക്കും, അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം മേക്കപ്പൊക്കെ കഴിയാറായി. ഇന്ന് പുതിയൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പതിവ് പോലെ ഞാൻ ലൈറ്റായിട്ട് കണ്ണെഴുതുന്നത് ഹിമാലയയുടെ കൺമഷിയാണ്. ഒരു സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈസ്, ഇനി വേഗം പോയി ഫുഡ് കഴിക്കണം. അങ്ങനെ ദോശയും മുതിരയും കഴിക്കുകയാണ്. പച്ചരി ദോശയാണ് കേട്ടോ, മസാല ദോശൻ്റെ മറ്റു ഉഴുന്ന ദോശയല്ല. പച്ചരി ദോശയ്ക്ക് ഞങ്ങൾ ദോശ എന്ന് തന്നെയാണ് പറയാം. പിന്നെ മുതിരയാണ്. കുതിരക്ക് മാത്രമല്ല കേട്ടോ മുതിര കൊടുക്കാൻ, മനുഷ്യനും നല്ലതാണ്. നല്ല ആരോഗ്യത്തിന് നല്ലൊരു ഫുഡാണ് മുതിര. ഓക്കെ, ഇതിന് കൂടുതൽ കമൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ടൈമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇളം വെയിലൊക്കെ ഉണ്ട്, ചെറിയ മഴക്കാറൊക്കെ ഉണ്ടെങ്കിലും നല്ല രാവിലത്തെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ്സുണ്ടോ നോക്കണം. ബസ്സില്ലെങ്കിൽ എന്തായാലും ഓട്ടോന് തന്നെ പോകേണ്ടി വരും, കാരണം പുതിയ ബസ് സ്റ്റാൻഡ് ഇറങ്ങി അവിടുന്ന് വേറെ ബസ് കയറി പോകുമ്പോഴത്തേക്ക് ലേറ്റ് ആകും. കാരണം ഞാൻ കറക്റ്റ് സമയത്താണ് ഇറങ്ങുന്നത്. എപ്പോഴും നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാലും എങ്ങനെയെങ്കിലൊക്കെ ലേറ്റ് ആകും. അങ്ങനെ നമ്മൾ മെയിൻ റോഡിനൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ സ്കൂളിലെത്തി. രാവിലെ തന്നെ സ്കൂളും പരിസരമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. റിപ്പോർട്ട് അവതരണമാണ് ഇത്. ഞാൻ ട്രെയിനിങ് ഡേ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഗ്രൂപ്പുകളായിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓരോ ഗ്രൂപ്പും ഓരോ ദിവസം റിപ്പോർട്ട് അവതരിപ്പിക്കണം. എൻ്റെ ഗ്രൂപ്പിൻ്റെ മെമ്പറാണത്. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കുറേ ആക്ടിവിറ്റീസ് ആയിരിക്കുന്നു. അപ്പോൾ സംഗീതത്തിൻ്റെ ടീച്ചർ ഞങ്ങളെ പാട്ടൊക്കെ പഠിപ്പിച്ചു തരികയാണ്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഒരു സെൽഫി എടുക്കണമെന്ന് തോന്നി ഗൈസ്. അങ്ങനെ ക്ലാസ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. എന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ രൂപരേഖ സാർമാർ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആക്ടിവിറ്റീസിലേക്ക് കടന്നു. ഞങ്ങളിങ്ങനെ ചുറ്റിലിരുന്ന് സാർ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മഴക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേഗം തന്നെ ബസ് കയറി വേഗം വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരിതിൽ ഞാൻ അധികം സംസാരിക്കാനും നിന്നില്ല, വേഗം ഇറങ്ങുകയാണ്. സ്കൂളിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചളിയൊക്കെ ഉണ്ട്. മഴ പെയ്തപ്പോൾ അപ്പം നോക്കി വേണം നടക്കാൻ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയുക, കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് കിട്ടുമ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുക, എന്താ അറിവാണ് അവർക്ക് കിട്ടുക എന്നുള്ളതിൻ്റെ വ്യക്തമായ രൂപരേഖ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾ ചെയ്യേണ്ട എല്ലാ വർക്കുകളും അധ്യാപകരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവർക്ക് ഏകദേശം അതിനെപ്പറ്റി പൂർണ്ണമായ ഒരു എന്താ പറയുക അറിവ് നൽകിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ട്രെയിനിങ് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടിനടുത്ത് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. എൻ്റെ നാട്ടിലെ കുട്ടികൾ തന്നെയാണ് കേട്ടോ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ല ക്രിക്കറ്റ്. അവർക്ക് എന്ത് മഴയായാലും വെയിലായാലും ഒക്കെ കണക്കാം, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയാണല്ലോ കുട്ടികൾ. മഴയൊക്കെ ഇരുണ്ട് കൂടി വരുന്നുണ്ട്. ആകാശം അത്ര തെളിച്ചൊന്നും പോരാ. വിശക്കുന്നുമുണ്ട്. ഇപ്പോൾ ഞാനിതിങ്ങനെ വെറും ഒരു ഫുഡിയാണോ എന്ന് വിചാരിക്കേണ്ട, കാരണം അത്രയും നേരം കുറേ ആക്ടിവിറ്റീസ് ഇന്ന് അധികം ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് വിശക്കും. എനിക്ക് വിശക്കാറുണ്ടേ. അങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഈ പരിസരങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ കൂടി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴാട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേഗം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ള തിരക്ക് പിടിച്ചൊരു ഓട്ടം തന്നെയാണ് ഞാൻ ശരിക്കും. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വേഗം അപ്പുറം ഇപ്പുറവും നോക്കൂല, വേഗം വീട്ടിലേക്കൊരു നടത്താണ്. പരിസരമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഓരോ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും ഇന്നത്തെ വിശേഷങ്ങൾ ഉമ്മാനോടും ബ്രദേഴ്സിനോടൊക്കെ പങ്കുവെക്കാൻ വേണ്ടി ഭയങ്കര തിടുക്കപ്പെട്ടിട്ട് പോവാം. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പൊതുവേ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പുറമെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നോക്കിക്കാണുകയല്ലാതെ അടുത്തിടപഴകിയിട്ട് ഉള്ള പരിചയമില്ലല്ലോ. അപ്പം ഞാൻ ഇന്നൊരു ടീച്ചറായിട്ട് ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുകയും അവരുടെ കൂടെ ഇടപഴകുകയും ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, നല്ല പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ടീച്ചറായി എന്നുള്ളതിൽ. അങ്ങനെ വീട്ടിലേക്ക് എത്തി ഗൈസ്. ഇനിയാണ് നമ്മളെ പരിപാടികൾ തുടങ്ങുക. പുതിയൊരു ഫേസ് വാഷ് വന്നിട്ടുണ്ട്. ലോട്ടസിൻ്റെ ഫേസ് വാഷാണ്. ഡീറ്റാൻ റേഡിയൻസ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഫസ്റ്റാണ്, എൻ്റെ കവറ് പോലും പൊളിച്ചിട്ടില്ല. ഇനി ഇത് നമുക്കിത് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല റോസിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെ ഒക്കെ നല്ല മണമായിരുന്നു. നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് മുഖം കഴുകുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറാണ്, കാണുന്നില്ലേ? നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിരുന്നു ഇത് ഫേസ് വാഷ്. അധികം പത എന്നുള്ളതല്ല, നല്ല മാസ്ക് പോലുള്ളൊരു ടെക്സ്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ റിൻസ് ചെയ്ത് കളഞ്ഞത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പഠിക്കാനും ഉണ്ടായിരുന്നു. കാരണം PSC എക്സാം ഉണ്ട്, അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമായിരുന്നു. യൂട്യൂബ് നോക്കി തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഏകദേശം 3-4 വർഷമായി PSC ഒക്കെ എഴുതുന്നു. അപ്പോൾ കുറേ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഫോൺ നോക്കി തന്നെയാണ് പഠിക്കുന്നത്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് കോഫി കുടിച്ചു. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി ഗൈസ്. അതുതന്നെ കുടിച്ചിട്ട് വേണം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങണം. ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ ഗൈസ്. കാണുന്നില്ലേ, പാത്രങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കഴുകാൻ വേണ്ടി. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള എല്ലാ കിച്ചണിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയായിരിക്കും. അങ്ങനെയെല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ധൃതിപ്പെട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വരാം കേട്ടോ.